അതുകൊണ്ടാണ് പറയണേ കേരള സ്റ്റൈലായിട്ടുള്ള തനി നാടൻ സൗന്ദര്യക്കൂട്ടാണ് കേട്ടോ. ഒരു കേരള സ്റ്റൈൽ സൗന്ദര്യക്കൂട്ട്, നാടൻ സൗന്ദര്യക്കൂട്ട് വളരെ ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡ് മാറുന്നതും സോഫ്റ്റ് ആകുന്നതും സ്മൂത്ത് ആകുന്നതും തിളക്കം വർദ്ധിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നൈറ്റിനാണ് എടുക്കുന്നത്, വൈകുന്നേരമാണ്. ഇന്ന് നല്ല അടിപൊളി ആയിട്ടുള്ള കാര്യമായിട്ടുണ്ടാകും, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഒരു 4 കാര്യങ്ങൾ വേണം, പക്ഷെ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പം നമുക്കത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ നല്ലതാണ് സ്കിൻ ബ്രൈറ്റനിങ്ങിന് മാത്രമല്ല കേട്ടോ, അതേപോലെ നമ്മുടെ പാടുകൾ മാറാൻ, കുരുക്കൾ മാറാൻ, സ്കിൻ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യാൻ, യുവത്വം നിലനിർത്താൻ, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. 4 കാര്യങ്ങൾ പ്രകൃതിദത്തമായ ഒരു ചേരുവയാണ്, സൗന്ദര്യക്കൂട്ടാണ് കേട്ടോ. ഒരു കേരള ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ പറയാം. അത്രയും നന്നായിട്ട് നമ്മുടെ ചുറ്റുപാടുണ്ടാകുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് നോക്കാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ നല്ലതാണ്, അടിപൊളിയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പോയി കണ്ടിട്ട് വരും എന്തൊക്കെ വേണം, എങ്ങനെയാണ് മിക്സിങ് കേട്ടോ. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ച് ഡേ 6 ആണ് കേട്ടോ. അപ്പം ഇനി ഒരു ദിവസം കൂടിയുള്ള 7 days ചലഞ്ചായിരുന്നു. കഴിഞ്ഞ ഒരുപാട് നല്ല പാക്കുകൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാനും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നിറം കൂടാനുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇനി നമ്മളിതിപ്പോൾ ആര്യവേപ്പ് ഉണങ്ങിയതാട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ച് ടെറസിലൊക്കെ ഉണക്കണതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതാണിത്. അപ്പം ഇത് നമ്മൾ പച്ച നിങ്ങളുടെ വീട്ടിൽ മരമൊക്കെ ഉണ്ടെങ്കിൽ അത് അരച്ചാലും മതി. അരച്ച് അതിൽ ജ്യൂസ് എടുക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫേസ് വാഷിൻ്റെയും അതേപോലെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അത് അരയ്ക്കണതും ജ്യൂസ് എടുക്കണതും. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാത് പച്ച എങ്ങനെ ഇരിക്കുകയെന്നൊക്കെ. ഇതിപ്പോൾ നമ്മൾ ഉണക്കി വെച്ചതാണ്, നമുക്ക് പിമ്പിൾസിൻ്റെ ഫേസ് പാക്കിനൊക്കെ ആവശ്യമുള്ളതുകൊണ്ട്. അപ്പോൾ ആര്യവേപ്പ് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരുമ്പോൾ ഞാനത് നിങ്ങൾക്ക് പൊടിയാണ് ഇട്ട് കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുക്കുക ചെയ്യണം, നമ്മൾ ജാറിൽ പൊടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ അടുത്തത് വേണ്ടതാണ് തൈര് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, തൈര്. ഇത് അലോവേറയുടെ ജെല്ലിന് പകരം നമുക്ക് ഫ്രഷ് ജ്യൂസ് എടുക്കാം, കറ്റാർവാഴയുടെ ഫ്രഷ് ജ്യൂസ് എടുക്കാം. പിന്നെ നമുക്ക് പച്ചമഞ്ഞളുടെ ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ പൊടിയെടുക്കാം. പിന്നെ നമുക്ക് ആര്യവേപ്പിൻ്റെ ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ ആര്യവേപ്പ് ഉണക്കി പൊടിയായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിനി മിക്സിങ് കാണിക്കാം. ഇത്ര കാര്യങ്ങളാണ് വേണ്ടത്. അടിപൊളിയാണ്, സ്കിൻ നന്നായി ബ്രൈറ്റൻ ചെയ്യും, പാടുകൾ മാറും, പിഗ്മെൻറ്റേഷൻ മാറും, പിന്നെ എന്താ പറയുക, സ്കിൻ നന്നായിട്ട് തിളക്കമുള്ളതാക്കും, യുവത്വമുള്ളതാക്കും. വളരെ നല്ലതാണ്. അപ്പോൾ മിക്സിങ് കാണിക്കാം കേട്ടോ. നമുക്ക് മിക്സിങ് കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇത് മാത്രം ഞാൻ പൊടിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് കുറച്ച് പൊടിച്ചിട്ട് വരാം കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പൊടിക്കുക ഫസ്റ്റ്, എന്നിട്ട് മാത്രം നമ്മൾ ജാറിലേക്ക് ഇടാം. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറേ വീഡിയോസ് കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയും ചേച്ചി പൊടിക്കണത് കാണിക്കുമോ. പൊടിച്ച് വീഡിയോകൾ ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട്, എന്നാലും ചിലവർ ചോദിക്കും. അപ്പോൾ വീഡിയോ എടുത്ത് കാണാൻ അറിയാത്തവരാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. എനിക്ക് എപ്പോഴും കാണിക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ പൊടിക്കാൻ ഇന്ന് തന്നെ പൊടിച്ച് കഴിയേണ്ട സാധനങ്ങളാണിത്. ഇതൊന്നും നമ്മൾ മില്ലിൽ കൊടുക്കില്ല, ഇതൊക്കെ നമ്മൾ തന്നെ പൊടിക്കും. കാരണം ഇത് ലീഫുകൾ അത്രയും എന്താ പറയുക ഹാർഡല്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ തന്നെ പൊടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ മാത്രം എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് ജാറിലാണ് ഇട്ടിരിക്കണേ, വേണ്ട ജാറിലാണ് ഇട്ടിരിക്കണേ. അപ്പോൾ ഇത്ര മതി പൊടിച്ച് കഴിഞ്ഞാൽ ഒരു ലാശം ഉണ്ടാവുള്ളതൊക്കെ കേട്ടോ. നമ്മുടെ തുളസിയും ആര്യവേപ്പൊക്കെ പൊടിക്കണ ദിവസമാണെന്ന്, കാരണം നമുക്കതിന് ഓർഡറുകളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ ഡേറ്റിനേളൊക്കെ വൈകിട്ടാണ് ഇരിക്കണേ. അപ്പോൾ അതൊക്കെ പൊടിച്ച് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇപ്പോൾ കൈ കൊണ്ട് പൊടിച്ചതിന് ശേഷം നമ്മളിത് മിക്സിയിൽ പൊടിച്ചിട്ട് വരാം കേട്ടോ. മിക്സിയിൽ പൊടിച്ചിട്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസ് പാക്കിൻ്റെ മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഇത്രയ്ക്ക് നമ്മൾ ഒരു ജാറ് നിറച്ചെടുത്തിട്ട് കിട്ടിയ പൊടി ഇനി നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പകുതി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്കൊക്കെ ഈ 250 ഗ്രാം 100 ഗ്രാം എന്നൊക്കെ പറയുന്ന പൊടികൾ എത്തിക്കുമ്പോൾ നമുക്ക് ഇത്രയ്ക്കൊക്കെ കിട്ടുള്ളൂ. നമ്മൾ എന്തോരം ശേഖരിച്ച് അത് കഴുകി എടുക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ അരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേസ് പാക്കിലേക്കുള്ള ഐറ്റമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇടയിൽ കൂടെ കാണിച്ചു മാത്രമേ കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കേട്ടോ ഇങ്ങനെ അരിക്കുകയാണ്. നമ്മുടെ എല്ലാ ഹെർബൽസ് അരിക്കണ ഒരു അരിപ്പിയാണ് ഇത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം നമ്മൾ എന്തോരം കഴിക്കാലും
അതിൻ്റെയൊക്കെ ഈ ഇത് എന്താ പറയുക കളർ അങ്ങനെ മാറ്റം വരും. എല്ലാ സാധനങ്ങളും നമ്മൾ പൊടിക്കണതല്ലേ. എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ പൊടിക്കണം, മഞ്ചിഷ്ട, കോലരക്ക്, നവര, ആര്യവേപ്പ്, തുളസി, കണ്ട ഇത്രയും കിട്ടിയിട്ടോ. അപ്പം നമ്മുടെ ഇതിൻ്റെ മൂടിയിരിക്കണതിൽ ഇത് ഫൈൻ പൗഡർ, ഇത് അരയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് അരിക്കേണ്ട, ഇത് ഫൈൻ പൗഡർ, അത് നമുക്കങ്ങനെ ചുരണ്ടി എടുക്കാൻ പറ്റും ഇതിന്. അപ്പോൾ കണ്ട ഈ ഫൈൻ പൗഡർ ഇട്ട് നമുക്ക് ഫേസ് പാക്കിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ അങ്ങനെ പൊടിച്ചെടുക്കാനുള്ളത് ഇനി അവിടെ ഇരിക്കുന്നുണ്ട്, ടെറസിലിരിക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സിങ് തുടങ്ങാം, വൈകിക്കണില്ല. മിക്സിങ് തുടങ്ങാം കേട്ടോ. ഇപ്പോൾ തൈര് എടുത്തിട്ടുണ്ട്. തൈര് നമ്മുടെ സ്കിന്നിൻ്റെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ നീക്കം ചെയ്യാനും മൃതകോശങ്ങൾ അകറ്റാനും സ്കിന്നിന് നന്നായിട്ട് യൂത്ത് നൽകാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്, നിറം വർദ്ധിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പച്ചമഞ്ഞളിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ പൗഡറോ ആണ്. അപ്പോൾ ഇത് നമ്മൾ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുഖക്കുരുവ്, കറുത്ത പാടുകൾ ഒക്കെ പോവും. സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് പച്ചമഞ്ഞൾ. അപ്പം അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ നമ്മുടെ അലോവേറ ജെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യാനായിട്ട്, സ്കിന്നിൻ്റെ മോയ്സ്ചർ, അതായത് സ്കിന്നിൻ്റെ ഈർപ്പം നിലനിർത്തി നന്നായിട്ട് സ്കിൻ ഗ്ലോ ചെയ്ത് നിർത്താനായിട്ട്, സോഫ്റ്റ് ആക്കാൻ, നിറം വർദ്ധിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് വീണിട്ടുണ്ട് കണ്ടോ. അപ്പം അത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ആര്യവേപ്പിൻ്റെ പൊടി, നമ്മുടെ നീമിൻ്റെ പൊടി. അപ്പോൾ നീമിൻ്റെ പൊടിയാണെങ്കിലും ഈ മഞ്ഞളുടെ അത്രയ്ക്ക് തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പം അത്രയ്ക്ക് തന്നെ, കുറച്ച് കൂടി പോയാലും കുറഞ്ഞു പോയാലും ഒന്നും പ്രശ്നമില്ല. ആര്യവേപ്പും ഈ പറഞ്ഞ പോലെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗലാണ്. അതുകൊണ്ട് തന്നെ മുഖക്കുരു, കറുത്തപാടുകളൊക്കെ മാറ്റും. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനുള്ള നല്ല കഴിവുണ്ട്. ഒരുപാട് പേർക്ക് അറിയില്ല, ആര്യവേപ്പ് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ യുവത്വം നിലനിർത്തും, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 4 കൂടി കൂടുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു തനി നാടൻ സൗന്ദര്യകൂട്ടാണിത്. കേരള സ്റ്റൈൽ സൗന്ദര്യകൂട്ടെന്ന് പറയാം നമുക്ക്. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന കാര്യമാണ്. കറ്റാർവാഴ ആണെങ്കിലും ആര്യവേപ്പാണെങ്കിലും മഞ്ഞളാണെങ്കിലും തൈര് പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പറയണേ കേരള സ്റ്റൈലായിട്ടുള്ള തനി നാടൻ സൗന്ദര്യക്കൂട്ടാണ് കേട്ടോ. ഒരു കേരള സ്റ്റൈൽ സൗന്ദര്യക്കൂട്ട്, നാടൻ സൗന്ദര്യക്കൂട്ട് അങ്ങനെ പറയുന്നത് കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ തൈര് കുറച്ച് കട്ടയായിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കട്ട കെട്ടി കിടക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കട്ടെ. ഞാൻ കയ്യിലാണ് നമ്മുടെ ഫോൺ പിടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ താഴ്ത്തി വെച്ചിട്ട് ഈ കട്ടയിൽ ഉടച്ച് നന്നായി മിക്സ് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കൂട്ട് നന്നായിട്ട് മിക്സായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമ്മളിനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നന്നായിട്ട്, ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇടാം കേട്ടോ. ഒരു കുറച്ച് കട്ടിയായിട്ട് നിങ്ങൾ ഫേസിലിട്ടോളാം. ഞാൻ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ആക്കിയിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി കട്ടി വേണമെന്നുള്ളവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോ നീമിൻ്റെ പൊടിയോ കുറച്ചൊന്ന് ചേർക്കേണ്ടതാണ് കേട്ടോ. ഇത് നമ്മൾ തൈരും അലോവേറ ജെല്ലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് തിക്കാണെങ്കിൽ കുറച്ചും കൂടി പൊടികൾ ചേർത്താൽ മതി. ഇപ്പോൾ എൻ്റെ ഫേസിലേക്ക് നെക്കിലേക്ക് ഇത് ധാരാളമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ നല്ലൊരു കൂട്ടാണിത്. നമ്മുടെ ഫേസ് നിങ്ങളിത് ട്രൈ ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് അറിയുള്ളൂ, എഫക്റ്റ് അറിയുള്ളൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാത്രമല്ല, നമ്മൾ മുന്നത്തെ ദിവസങ്ങളിൽ ഒരുപാട് സ്കിൻ ബ്രൈറ്റനിങ്ങിൻ്റെ ഫേസ് പാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ. നിങ്ങളുടെ സ്കിന്നിൻ്റെ ഷെയ്ഡ് മാറുന്നതും സോഫ്റ്റ് ആകുന്നതും സ്മൂത്ത് ആകുന്നതും തിളക്കം വർദ്ധിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യുക. അന്ന് ഫേസ് വൃത്തിയാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം കേട്ടോ. ചെയ്ത് നോക്കുക നിങ്ങൾ. 4 കാര്യം അടിപൊളി ഐറ്റംസാണ് നമ്മളിത് ചേർത്തിരിക്കുന്നത്. നല്ല നമ്മുടെ സ്കിന്നിന് ഏറ്റവും അധികം ബെനിഫിറ്റ്സ് നൽകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. തികച്ചും നാടൻ സൗന്ദര്യക്കൂട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ചെയ്ത് നോക്കിയിട്ട്. പിന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ബുക്കിങ്ങിനായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ആദ്യം കമൻറ്റ് ചെയ്യുക, അതിന് ശേഷം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി 7 ഡേയുടെ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിൻ്റെ ലാസ്റ്റ് ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞ് ആ സ്കിൻ ബ്രൈറ്റനിങ്ങിൻ്റെ 7 ഡേയ്സ് ചലഞ്ച് ഇപ്പോഴത്തെ കഴിഞ്ഞു. അപ്പം കാത്തിരിക്കുക. എല്ലാവർക്കും ബായ്.